ഹായ് ഫ്രണ്ട്സ്, അജിന്ത്യ പ്രസാദ് ഫാമിലി വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നല്ല മഴയും കാറ്റും ഇടിയും മിന്നലും എന്നൊക്കെ പറഞ്ഞ് വന്നിട്ട് മഴയൊക്കെ പോയ പോലെയാണ്. പക്ഷേ ഈ അടുത്ത കാലത്ത് ചെറിയൊരു കാറ്റൊക്കെ വീശിയിട്ടോ, ചുഴലിക്കാറ്റ്. അത് ചുഴലിക്കാറ്റാണെന്നുള്ളത് ടി വിയിൽ വന്നപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായത്. അയ്യോ, പേടിച്ചു പോയി. അങ്ങനെ ഒരു നല്ലൊരു കാറ്റ് വീശി. ഈ കാറ്റൊക്കെ എനിക്ക് പേടിയാണ്. ചുറ്റിനും മരങ്ങളുള്ള വീടായതുകൊണ്ട് എനിക്ക് കാറ്റ് വീശുമ്പോൾ നല്ല പേടിയാണ്. അതുപോലെ ഇടിവാളും ഇടിമിന്നലൊക്കെ ഭയങ്കര പേടിയുള്ള ഒരാളാണ് കേട്ടോ. എന്തൊക്കെയാണെങ്കിലും ചെറിയൊരു ഷോപ്പിങ്ങിനായിട്ട് പുറത്തിറങ്ങിയതാണ്. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ കുറച്ച് ഡയറ്റിലും കാര്യങ്ങളിലൊക്കെ ആണെന്ന്. ആ ഡയറ്റൊക്കെ ചെയ്യുന്നത് കൊണ്ടേ എനിക്ക് അത്യാവശ്യം ആവശ്യമുള്ള സാധനങ്ങൾ നമ്മൾ വാങ്ങിക്കാറുണ്ട്. ആവശ്യത്തിന് ആഴ്ചയിൽ ഒരിക്കലൊക്കെയാണ് വാങ്ങിക്കുക. ഫ്രൂട്ട്സ് ആയാലും എന്തെങ്കിലും. ഈ ഫ്രൂട്ട്സ് എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഒരു വലിയ ഫ്രൂട്ട്സ് അല്ല. ഞങ്ങൾ വാഴപ്പഴമാണ് മേടിക്കുന്നത് കേട്ടോ. ഇതിപ്പോൾ വെറുതെ നമ്മുടെ കുറുക്കഞ്ചേരിയിലുള്ള കല്യാൺ ഹൈപ്പർ മാർക്കറ്റിലേക്ക് വന്നതാണ്. അത്യാവശ്യം കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാണ്ട്. അപ്പോൾ വന്നപ്പോൾ എന്താണ്, കണ്ണിൽ കണ്ടതെല്ലാം നമ്മൾ വാങ്ങിക്കുമല്ലോ. ഈ ഷോപ്പിംഗ് എന്ന് പറയണത് എന്താ, മാനസികോല്ലാസം നൽകുന്ന ഒരു വിനോദമാണ്. പക്ഷേ പൈസ പോവാതെ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. വിനോദം നമ്മുടെയും ആവശ്യമാണ്. അപ്പോൾ രണ്ടും കൂടി മുന്നോട്ട് പോകണമെങ്കിൽ നമ്മുടെ മനസ്സിന് കുറച്ച് ധൈര്യമൊക്കെ വേണം കേട്ടോ. ഇതൊക്കെ കാണുമ്പോൾ അങ്ങനെ അട്രാക്ഷനൊക്കെ തോന്നും ഒക്കെയാണ്. പക്ഷേ ഈ ഭംഗിയൊക്കെ കണ്ടു നടക്കുമ്പോഴേ വളരെ സന്തോഷമാണ്. എനിക്കറിയില്ല, എനിക്കിങ്ങനെ ഷോപ്പിംഗ് ചെയ്യുമ്പോഴേ ഭയങ്കര സമാധാനം കിട്ടും. നല്ല സ്ട്രെസ്സായിട്ടിരിക്കുമ്പോൾ എവിടേക്കെങ്കിലും ഒന്ന് പുറത്തിറങ്ങി, ഒന്ന് പുറത്ത് പോയി ഫുഡ് കഴിക്കുക, ഒന്ന് ഏതെങ്കിലും ഒരു കടയിൽ കയറി എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ മേടിക്കുക. അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ വേണ്ട, വെറുതെ ഒന്ന് ചുറ്റിക്കറങ്ങി നടക്കുക. ഇതൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് ഒന്ന് വരുമ്പോൾ ഉണ്ടാവുന്ന ഒരു സമാധാനം ഉണ്ടല്ലോ, വല്ലാത്തൊരു സമാധാനമാണ് കേട്ടോ. അതും ഇതിലും ഒരു സമാധാനം കിട്ടുന്ന ഒരു ഉല്ലാസങ്ങളിൽ പെട്ടതാണ് ഷോപ്പിംഗ് എന്നാണ് എൻ്റെ അഭിപ്രായം. പൈസ പോവാതെ ശ്രദ്ധിക്കുക, ഞാൻ വീണ്ടും വീണ്ടും പറയുന്നുണ്ട്. അപ്പോൾ ഞാനിത് എന്തിനാ വീണ്ടും വീണ്ടും പറയുന്നത്, അത് എന്നോട് തന്നെ പറയുന്നതാണ് കേട്ടോ. പൈസ പോവാതെ ശ്രദ്ധിക്കുക, പൈസ പോവാതെ ശ്രദ്ധിക്കുക. കാരണം എന്നെ ഡ്രൈവ് ചെയ്ത് കൊണ്ടുപോകുന്നത് എൻ്റെ കെട്ടിയവനാണല്ലോ. ആൾ ഒരു ആവശ്യമുള്ളത് വേണ്ട വേണ്ട എന്ന് പറയുന്ന ഒരു മെഷീൻ എൻ്റെ കൂടെ ഉണ്ട്. അതുകൊണ്ട് എനിക്ക് ആവശ്യത്തിനുള്ളത് മാത്രം എടുത്ത് ചെയ്യാനായിട്ട് ഇത്രയും വർഷങ്ങളെ കൊണ്ട് ഞാൻ പഠിച്ചു. അപ്പോൾ അതുകൊണ്ട് ആവശ്യമുള്ളത്, അത്യാവശ്യമുള്ളത് മാത്രമേ ഞാൻ എടുക്കാറുള്ളൂ. അതൊരു ശീലമാക്കി എനിക്ക് ഹൈപ്പർ മാർക്കറ്റ് വെച്ചാലേ എല്ലാ അത്യാവശ്യമുള്ള എല്ലാ സാധനങ്ങളും ഒരു കുടക്കീഴിൽ എന്ന് പറഞ്ഞോണം തന്നെയാണ് കേട്ടോ അതിനകത്തിരിക്കുന്നത്. അപ്പോൾ അത്യാവശ്യമുള്ള എല്ലാ സാധനങ്ങളും നമുക്ക് അവിടെ കിട്ടും. പെട്ടെന്ന് ചിലവായി പോവുകയും ചെയ്യും. അതുകൊണ്ട് ഞങ്ങൾക്ക് ആവശ്യമുണ്ടായിരുന്ന മല്ലിയില അവിടെ ഉണ്ടായിരുന്നില്ല കേട്ടോ. ഞാൻ 16 മണിക്കൂർ ഫാസ്റ്റ് ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ വൈകിട്ട് 4 മണിക്ക് ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ പിറ്റേ ദിവസം 8 മണി 9 മണിയൊക്കെ ആവട്ടോ ഞാൻ ഫുഡ് കഴിക്കുമ്പോൾ. അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് വൈകിട്ട് ഫ്രൂട്ട്സ് മാത്രമേ കഴിക്കുള്ളൂ. അപ്പോൾ നല്ല വിശപ്പും കാര്യങ്ങളുണ്ടാവും. ഇന്നൊരു ചീറ്റ് ഡേ ആണ്. വൈകിട്ട് ഞാൻ ഫുഡ് പുറത്തുനിന്ന് കഴിക്കാമെന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ ഞാൻ ഇറങ്ങിയിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഇന്ന് ഷോപ്പിങ്ങും കൂടി ചെയ്യാമെന്ന് വിചാരിച്ചു. ആവശ്യമുള്ളതൊക്കെ വാങ്ങിക്കാമല്ലോ എന്ന് വിചാരിക്കും. വെറുതെ ഈ ട്രോളിങ് കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഉന്തികൊണ്ട് നടക്കുകയാണ് ഞാൻ. എന്തൊക്കെ വേണമെന്നുണ്ട്, എന്തൊക്കെയുണ്ട്, പക്ഷേ ഞാൻ വില കാണുമ്പോൾ അത് എടുക്കാനായിട്ട് മടിക്കുകയാണ്. കാരണം അത് ആവശ്യമില്ല എന്ന് അപ്പോൾ തോന്നും വില കാണുമ്പോഴേ. അല്ലെങ്കിൽ എനിക്കത് അത്യാവശ്യമാണ്, എൻ്റെ മനസ്സിൽ ഭയങ്കര അത്യാവശ്യമായ സാധനമാണ്. പക്ഷെ ഞാൻ വില നോക്കുമ്പോൾ അതെനിക്ക് ആവശ്യമില്ല എന്നങ്ങ് തോന്നിയിട്ട് അത് എടുത്തോടെ തന്നെ വയ്ക്കും. അപ്പോൾ ഒരു ഭംഗിയാണ് അത് അവിടെ ഇരിക്കുന്നത് കാണാൻ. ആ ഭംഗി മാത്രമാണ് നമുക്ക് സമാധാനം കിട്ടുന്നത്. എടുത്തു കഴിഞ്ഞാൽ നമ്മളുള്ള സമാധാനം മൊത്തം പോയിട്ടുണ്ടാവും. അങ്ങനെ അവിടെ ഇങ്ങനെ ചുറ്റിക്കറങ്ങി നടക്കുക. അപ്പോൾ എന്നെ പോലെ തന്നെ എല്ലാവരും തെലങ്കും വിലങ്ങൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ അവർക്കും പർച്ചേസ് ചെയ്യാനുണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങനെ ഞാൻ ഒരു കാര്യങ്ങൾ ചോദിക്കുകയാണ്. ഞാൻ ഇപ്പോൾ ഉപ്പ് നിർത്തി ഇന്ദുപ്പാക്കി കേട്ടോ. അപ്പോൾ ഇന്ദുപ്പ് എവിടെയാണെന്നുള്ളത് എനിക്കൊരു വലിയ സംശയമാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ ഇന്ദുപ്പൊക്കെ മേടിച്ചു. ഇന്ദുപ്പ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ കുറച്ച് നാളായിട്ട് ഇന്ദുപ്പാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഉപ്പ് എന്നുള്ള ഒരു സംഭവം നിർത്തിയിട്ട് ഇന്ദുപ്പാക്കിയിട്ടുണ്ട്. അങ്ങനെ ജീവിതത്തിൽ കുറച്ച് കാര്യങ്ങൾ ഞാൻ മാറ്റിയെടുത്തു. പിന്നെ അരി ഉണ്ടല്ലോ, നമ്മൾ അരിയൊക്കെ ഞാൻ കുറേശ്ശെ മാറ്റുകയാണ്. ഇപ്പോൾ ഞാൻ തവിടുള്ള അരിയാണ് കുറേശ്ശെ. ഒരു ടേസ്റ്റും ഇല്ല തവിടുള്ള അരിക്ക്, ഒരു ടേസ്റ്റും ഇല്ല.
പക്ഷേ കഴിക്കാതിരിക്കാൻ പറ്റില്ല. തവിടുള്ള അരി തന്നെ വേണം നമ്മൾ കഴിക്കേണ്ടതെന്ന് നമുക്ക് മനസ്സിലായി. പണ്ട് കൃഷി ഉണ്ടായിരുന്ന കാലത്ത്, അമ്മാവൻ്റെ വീട്ടിൽ നിൽക്കുന്ന സമയത്ത് കേട്ടോ, കൃഷി ഉണ്ടായിരുന്ന കാലത്ത് ഞങ്ങൾക്ക് ഈ കുത്തരി വെച്ചിട്ട് ചോറൊക്കെ തരുമായിരുന്നു. അപ്പോൾ ഈ കുത്തിരിയുള്ള മീൻ കൂട്ടാൻ ഒഴിച്ചിട്ട് കഴിക്കുമ്പോൾ ഒരു സ്വാദുമില്ല. അയ്യേ, ഒരു സ്വാദില്ല. പൊട്ട കൂട്ടാൻ, പൊട്ട ചോറ് എന്നൊക്കെ ഇപ്പം അതിൻ്റെ ഗുണവും മേന്മയും ഒക്കെ അന്ന് എല്ലാവരും പറഞ്ഞു തരുന്നെങ്കിൽ ഞങ്ങൾക്കത് ഇഷ്ടേ അല്ലായിരുന്നു. അങ്ങനെ അച്ഛൻ വെള്ളരി മേടിക്കും. വെള്ളരി മേടിച്ച് കഴിഞ്ഞാൽ അതിലേക്ക് അങ്ങ് മീൻ കൂട്ടാൻ അങ്ങോട്ട് ഒഴിച്ച്, സാമ്പാറായാലും ഒഴിച്ച്, പപ്പടമൊക്കെ കൂട്ടി കുഴച്ച് കഴിക്കുമ്പോൾ വല്ലാത്തൊരു നിർവൃതിയായിരുന്നു. ഇന്ന് ആ നിർവൃതി വല്ലാത്തൊരു സങ്കടമായി തീർന്നിരിക്കുകയാണ്. കാരണം ഒരുപാട് നമ്മൾ ചോറ് ഉണ്ണുന്ന ആൾക്കാരാണല്ലോ. അപ്പോൾ ഈ വെള്ളരി ആകുമ്പോൾ വലിയ അരിയും ഇതൊക്കെ ആകുമ്പോൾ നല്ല പോലെ ചോറുണ്ട്. ഇപ്പം എന്തായി, അരയ്ക്ക് ചുറ്റും മണ്ണുമായി. അപ്പോൾ ഇതുകൊണ്ട് നമുക്ക് ചോറിൻ്റെ അളവൊക്കെ ഒന്ന് കുറയ്ക്കാമെന്ന് തീരുമാനിച്ചപ്പോൾ നമ്മൾ അതുപോലെ ഹെൽത്തി ആവാമെന്ന് വെച്ചപ്പോൾ തവിടുള്ള അരിയാണ് ഇപ്പോൾ കഴിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. തവിടുള്ള അരിക്ക് ആകുമ്പോൾ നമുക്ക് നമ്മൾ വിചാരിച്ച അത്ര ക്വാണ്ടിറ്റി ഒന്നും ഉള്ളിലേക്ക് ചെല്ലില്ല, ഒരു ലിമിറ്റ് ഉണ്ട്. അപ്പോൾ നമ്മൾ വിചാരിച്ചോണം വലിയ സ്വാദൊന്നും ഉണ്ടാവില്ല കൂട്ടാനൊക്കെ ഒഴിച്ച് കഴിക്കുമ്പോൾ. അപ്പോൾ അപ്പോഴും ഒരു ലിമിറ്റ് ഉണ്ട്. അപ്പോൾ എല്ലാം കൊണ്ടും തവിടുള്ള അരി ആയതുകൊണ്ട് നമ്മൾ വിചാരിച്ചോണം അങ്ങോട്ട് നിൽക്കും. പിന്നെ പച്ചക്കറികളും ഒക്കെ കൂട്ടത്തിൽ കഴിക്കുന്നത് കൊണ്ട്, പച്ചക്കറിയൊന്നും കഴിക്കുകയില്ല കേട്ടോ ഞാൻ ആദ്യമൊന്നും. ഇപ്പോൾ പച്ചക്കറികളും കൂടി കൂട്ടത്തിൽ ഇങ്ങനെ കഴിക്കുന്നത് കൊണ്ട് എന്തായി, അതും ഒരു സമാധാനമാണ്. അപ്പോൾ ഒരാഴ്ച ആയിട്ടുള്ളൂ. അപ്പോൾ ഇപ്പോഴും എൻ്റെ മനസ്സിൽ ഇപ്പോൾ ഞാൻ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോഴേ വലിയ തടിയൊന്നും കുറഞ്ഞിട്ടില്ല. പക്ഷേ ഇവിടെ ഇങ്ങനെ നമുക്കൊരു എനിക്ക് നടക്കുമ്പോൾ ഒരു സുഖം കിട്ടുന്നുണ്ട്. പണ്ട് എനിക്ക് നടക്കുമ്പോൾ അത്ര സുഖം ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ എനിക്ക് നടക്കുമ്പോൾ ഒരാഴ്ച ആയിട്ടുള്ളെങ്കിൽ പോലും ഞാൻ ചെയ്യുന്ന ഫാസ്റ്റിംഗ് ആയാലും ഞാൻ കഴിക്കുന്ന ഫുഡിൻ്റെതാണെന്നറിയില്ല, എനിക്ക് ഒരു സുഖമാണ് ഇങ്ങനെ നടക്കാൻ. ക്ഷീണം തോന്നുന്നില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയുണ്ട്. അല്ലെങ്കിൽ ഞാൻ നമുക്കൊരു കിതപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. നല്ലപോലെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ അതിൻ്റെയൊക്കെ അപ്പം അങ്ങനെ ബില്ലൊക്കെ കൊടുത്തു കേട്ടോ. ബില്ലൊക്കെ കൊടുത്തു. പിന്നെ 1000 രൂപയ്ക്ക് സാധനങ്ങൾ വാങ്ങിച്ചാലേ 5 രൂപയുള്ളൂ 1 കിലോ സവാളയ്ക്ക്. അപ്പോൾ അതൊക്കെ മേടിച്ചു. അങ്ങനെ ബൾബ് കൊണ്ടുപോയിട്ട് അവർ അതും എഴുതി തരുമല്ലോ. അപ്പോൾ അതും എഴുതിയൊക്കെ തന്ന് നമ്മളെങ്ങനെ വിടുകയാണ്. അപ്പോൾ നമ്മളങ്ങനെ വണ്ടി കൊണ്ടുപോയി. ഞാൻ ഇതിനെ വണ്ടി എന്ന് പറയും, ട്രോളി എനിക്ക് വണ്ടി എന്ന് പറയാനാണ് ഇഷ്ടം. അങ്ങനെ വണ്ടിയും കൊണ്ട് പോയി നമ്മൾ നമ്മുടെ സ്വന്തം വണ്ടിയിലേക്ക്, കാറിലേക്ക് എത്തി. അപ്പോൾ ലിഫ്റ്റിൽ ഇറങ്ങി നമ്മളങ്ങനെ താഴത്തേക്ക് വരികയാണ് കേട്ടോ. അപ്പം നല്ല ഒരു സ്ഥലത്തേക്ക് അങ്ങനെ നമ്മൾ സ്വന്തം ടീ കടയിലേക്ക് അങ്ങോട്ട് വന്നു. ഏട്ടൻ്റെ ചായയാണ് കേട്ടോ ഇങ്ങനെ ആവി പറഞ്ഞിരിക്കുന്നത്. എനിക്ക് ഒരു മിൻലൈമാണ് കേട്ടോ ഞാൻ കഴിച്ചത്. അങ്ങനെ മിൻലൈമും കഴിച്ചു. പിന്നെ എന്താ കഴിച്ചുല്ലോ, ആലു ടിക്ക ചാട്ട്, അതാണ് ഞാൻ കഴിച്ചത്. അപ്പോൾ അതൊക്കെ മിൻലൈമൊക്കെ കഴിച്ച് ഇന്ന് ചീറ്റ് ഡേ ആയതുകൊണ്ടാണ് രാത്രി ഇപ്പോൾ ഫുഡ് കഴിക്കുന്നത് കേട്ടോ. അല്ലെങ്കിൽ ഞാൻ 4 മണിക്ക് മുൻപ് ഫുഡ് അവസാനിപ്പിക്കും. ഇപ്പോൾ ഞാൻ ഫുഡ് കഴിച്ചിരിക്കുകയാണ്. ഇന്ന് സാറ്റർഡേ ഞാൻ ഫുഡ് നിർത്തിയിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു ആരെയും കണ്ടപ്പോൾ ഞാൻ അങ്ങനെ എന്നെ പരിചയമുള്ള ഒരാൾ എൻ്റെ അടുക്കലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. എനിക്ക് അയ്യോ, ആളും എന്നെ നോക്കിച്ചിരിക്കുന്നു, ഞാൻ ആളെ നോക്കിച്ചിരിക്കുന്നു. ആ ചിരിയാണ് ഈ കാണുന്നത്. അപ്പോൾ എനിക്ക് ആളെ മനസ്സിലായി. അങ്ങനെ പരിചയമായി, സമാധാനമായി, പരിചയക്കാർ തമ്മിൽ പരസ്പരം അങ്ങനെ ഭക്ഷണവും കഴിച്ച് ഞാൻ മാത്രമല്ല, ഞങ്ങൾ ഹസ്ബൻഡും ഞാനും കൂടി അങ്ങ് ഇറങ്ങായി വീട്ടിലേക്ക് കേട്ടോ. അപ്പോൾ അജിന്തി പ്രസാദ് ഫാമിലി വ്ളോഗ് സൈനിങ് ഓഫ്. ടാറ്റാ, ബൈ ബൈ.